തിരുവനന്തപുരത്ത് വീണ്ടും ഒരു കൂടുമാറ്റത്തിന്റെ ഒരു വാർത്ത കൂടിയാണ് വരുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ ഘട്ടത്തിലെത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തിരുവനന്തപുരത്ത് ഒരു കോൺഗ്രസ് നേതാവ് കൂടി BJP-യിലേക്ക് എത്തിയിരിക്കുകയാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന തങ്കമണി ദിവാകരനാണ് BJP-യിൽ ചേർന്നത്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ സാന്നിധ്യത്തിലാണ് തങ്കമണി ദിവാകരൻ BJP അംഗത്വം എടുത്തത്. കോൺഗ്രസിൽ തനിക്ക് നേരിട്ടത് അവഗണനയാണെന്നും തങ്കമണി ദിവാകരൻ പ്രതികരിച്ചിരിക്കുന്നു. ഈ കോൺഗ്രസ് വിട്ടുവരുന്നവരെല്ലാം അവിടെ വലിയ അവഗണനയാണ് എന്നുള്ള പ്രതികരണമാണ് നടത്തുന്നത്. മുതൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരികയാണ്. പക്ഷെ എനിക്ക് അവിടെ നിന്നുണ്ടായ അവഗണനയും, പക്ഷെ എനിക്ക് മാത്രമല്ല പല സ്ത്രീകൾക്കും അവിടെ നിന്നുണ്ടായ അവഗണനയും, അതുപോലെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുവാൻ കോൺഗ്രസ് ഇന്ന് കാണിക്കുന്ന വിമുഖതയുമാണ് എനിക്കിതിൽ അംഗത്വം എടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ഏറ്റവും പ്രധാനമായ ഘടകം. ഞാൻ തൊഴിലാളി രംഗത്താണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ പടിപടിയായി പല മേഖലകളിലും പ്രവർത്തിച്ച് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നത്. അതിന് വേദി ഒരുക്കി തന്ന പാർട്ടിയും അതുപോലെ ആ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ജോലിയും നല്ല മനോഹരമായ രീതിയിൽ എനിക്ക് പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ എന്റെ പ്രവർത്തന പാരമ്പര്യം ഇന്ന് ഈ BJP-യിലും കാഴ്ചവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതലും എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഒരു പൊതുസമൂഹമുണ്ട്. അവരുടെ ക്ഷേമത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും സാംസ്കാരികമായും അല്ല സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് അവരെ കൈപിടിച്ച് നിർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിന് എനിക്ക് ഏറ്റവും ഉചിതമായ പാർട്ടി BJP ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കൊപ്പം VV വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, ഇന്ന് ഒരാൾ കൂടി BJP പാളയത്തിൽ എത്തിയിരിക്കുന്നു. പത്മജ വേണുഗോപാൽ ഉണ്ടാക്കിയ ആഘാതം ചില്ലറയായിരുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇടയ്ക്ക് ശശി തരൂർ BJP-യിലേക്ക് പോയേക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടി വിനോദ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ആളുകൾ നിരന്തരം പാർട്ടി വിടുന്നു എന്നത് കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുന്നു? BJP കൂടുതൽ ആളുകളെ സ്വാഗതം ചെയ്യാനുള്ള നിലപാടിലാണോ? മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മജ വേണുഗോപാലിന്റെ BJP-യിലേക്കുള്ള പോക്ക്, അതിനുശേഷം ചെറുതും വലുതുമായി നേതാക്കൾ, അതായത് പ്രാദേശിക നേതാക്കൾ അല്ലെങ്കിൽ താഴെത്തട്ടിലെ പ്രവർത്തകർ, ഇവരെല്ലാം തന്നെ BJP-യിലേക്ക് പോകുന്നുണ്ട്. ഒരുവിധം പ്രധാനപ്പെട്ട നേതാക്കൾ പോകുമ്പോൾ വാർത്ത, എന്നാൽ ബൂത്ത് തലത്തിൽ ഉൾപ്പെടെ ഇങ്ങനെ പ്രവർത്തകർ BJP-യിലേക്ക് പോകുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കാണുന്നത്. ഇനി 23 ദിവസം പോളിംഗിനുണ്ട്. ഈ ദിവസങ്ങൾക്കുള്ളിൽ ഇനി ആരൊക്കെ BJP-യിലേക്ക് പോകും എന്നതാണ് ചോദ്യമായി അവശേഷിക്കുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും തിരുവനന്തപുരത്ത് സജീവമാണ്. അദ്ദേഹമാണ് ആദ്യം ഈ വെടി പൊട്ടിച്ചത്. 2 തവണ BJP-യുടെ നേതാക്കൾ തന്നെ സമീപിച്ചിരുന്നു ഈ തരത്തിൽ BJP-യിലേക്ക് ചെല്ലണമെന്ന ആവശ്യവുമായി. എന്നാൽ പിന്നീട് BJP ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വന്ന വിവരം ശശി തരൂരാണ് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് തിരുവനന്തപുരം സീറ്റും ക്യാബിനറ്റ് പദവിയും. ഇത് ശശി തരൂർ ആവശ്യപ്പെട്ടു എന്ന നിലയ്ക്ക് മറു വാർത്തയും വന്നു. ഏതായിരുന്നാലും രംഗം ചൂടുപിടിക്കുകയാണ്. ഇനി ആരൊക്കെ എങ്ങോട്ട് പോകും? പ്രധാനമായും ഇപ്പോൾ കേരളത്തിലുള്ള ഒരു കാഴ്ച, കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ആളുകൾ പോകുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് രാവിലെ പോലും ശരത്ചന്ദ്ര പ്രസാദിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹം അതിൽ പിന്നീട് വിശദീകരണം നൽകി. ശശി തരൂരിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ കോൺഗ്രസിൽ തന്നെ ഉണ്ട്. ഈ അതൃപ്തിയാണ് താൻ പാർട്ടിയെ അറിയിച്ചത്. പിന്നീട് മുതിർന്ന നേതാക്കൾ താനുമായി ബന്ധപ്പെട്ടു. താൻ ഒരു കാരണവശാലും BJP-യിലേക്ക് പോകില്ല എന്ന കാര്യം അദ്ദേഹം അസന്നിഗ്ധമായി പറയുകയും ചെയ്തു. ഏതായാലും വിനോദ്, വളരെ അധികം അതൃപ്തർ കോൺഗ്രസിനകത്തുണ്ട് എന്ന സൂചനകളാണ് ഈ കൂടുമാറ്റമൊക്കെ നമുക്ക് അപ്പോഴും മനു, ഞാൻ ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, ഇപ്പൊ പത്മജ വേണുഗോപാൽ എന്നുള്ളൊരു ഒരാളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്രയും പ്രമുഖരായിട്ടുള്ള പേരുകൾ ഇതിനകത്ത് വരുന്നുണ്ടോ? ആ ഒരു വാദമായിരിക്കും കോൺഗ്രസ് പ്രതിരോധത്തിനായി ഉയർത്താൻ സാധ്യത. അതെ, പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതെ, സജീവ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നവരുണ്ടോ എന്നുള്ളൊരു വിഷയം കോൺഗ്രസ് ഉന്നയിക്കാനുള്ള സാധ്യതയില്ലേ? കാരണം പത്മജയുടെ BJP പ്രവേശനത്തിന് ശേഷം കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്നത്, തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്, പ്രചാരണത്തിന് ഇറങ്ങിയത്, അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതിരോധം വാദം കോൺഗ്രസ് ഉന്നയിക്കാനുള്ള ഒരു വിഷയമില്ല. ഇത് ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ വലിയ തലത്തിൽ ഒരു അഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ? വിനോദിനോട് തന്നെ ചോദിക്കാം. വിനോദ്, ഇത് എങ്ങനെയാണ് കോൺഗ്രസ് ഒരു വലിയ തലവേദനയാകുന്നുണ്ടോ ഇത്തരം ആളുകൾ പോകുന്നത്? പത്മജയുടെ അത്ര ഒന്നും പ്രമുഖരല്ലാത്തവർ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള നിലപാടാണോ കോൺഗ്രസിനുള്ളത്?
അപർണയുടെ നിരീക്ഷണം ഒരു പരിധി വരെ ശരിയാണ്. കാരണം ഈ പോകുന്നത് പത്മജയ്ക്ക് ശേഷം അല്ലെങ്കിൽ രണ്ട് ആളുകളാണ് നമ്മൾ അത് നിസ്സാരമായി കാണേണ്ട. ഒന്ന് അനിൽ ആന്റണിയുടെ കുടുംബത്തിൽ നിന്ന് കെ കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് പത്മജ വേണുഗോപാൽ, അതായത് കോൺഗ്രസിനെ ഒരു കാലത്ത് നയിച്ച രണ്ട് ദ്വന്ദ്വങ്ങളാണ്. അവരുടെ വീടുകളിൽ നിന്ന് പോയാൽ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പോയിക്കൂടാ എന്ന ചോദ്യം പല നേതാക്കളും പ്രവർത്തകരും സ്വകാര്യമായെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. ഇടമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്ന ചോദ്യം, സാധ്യതയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന ചോദ്യം. ഇന്ന് തന്നെ തങ്കമണി ദിവാകരൻ അവർ ആറ്റിങ്ങലിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അതിനപ്പുറത്തേക്ക് നമുക്കറിയാം ലെനിൻ രാജേന്ദ്രന്റെ സഹോദരിയാണ് അദ്ദേഹം. മറ്റൊരു പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. ആ തരത്തിൽ ഉള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷേ ചെറുതും വലുതുമായി ആളുകൾ BJP-യിലേക്ക് പോകുന്നു എന്നത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ സ്ഥാനം ആഗ്രഹിക്കുന്നവരായിരിക്കാം, ഇടമില്ലെന്ന പരാതിയുമായി പറഞ്ഞു പോകുന്ന ആളുകളായിരിക്കാം. പക്ഷെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, ഇതുവരെ ഒരു വർഗീയ പാർട്ടി എന്ന നിലയ്ക്ക് ഇടതു വലത് മുന്നണികൾ ഒരേ സ്വരത്തിൽ മാറ്റി നിർത്തിയിരുന്ന BJP-യിലേക്ക് കോൺഗ്രസിൽ നിന്ന് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ആളുകൾ പോകുന്നു എന്നത് ഒരു എടുത്തു പറയേണ്ട വസ്തുതയാണ്. അത് തുടരുന്നു, പല ജില്ലകളിലായി അത് തുടരുന്നു. ഇനി 23 ദിവസം നമുക്കറിയാം പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ളത്. അതിനുള്ളിൽ എന്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആകും BJP-യുടെ NDA-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും പോകുമോ, അല്ലെങ്കിൽ താഴെ തട്ടിലെ പ്രവർത്തകർ, ബൂത്ത് തലത്തിലെ പ്രവർത്തകർ പോകുന്നത് അതത് പ്രദേശങ്ങളിൽ കൃത്യമായി ചലനം ഉണ്ടാക്കുന്നുണ്ട്. അത് ആ മേഖലകളിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയും ഓരോ കോൺഗ്രസ് കുടുംബത്തിലെ ഒരാൾ BJP-യിലേക്ക് പോകുന്നു. ഒരുപക്ഷെ വലിയ നേതാക്കളായിരിക്കില്ല, പക്ഷെ ബൂത്ത് തലത്തിൽ വ്യാപകമായി ഇങ്ങനെ ആളുകൾ പോകുമ്പോൾ അത് താഴെത്തട്ടിൽ ഉണ്ടാക്കുന്ന ചലനം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റൈറ്റ്, വിനോദ് വിവരങ്ങൾ നൽകിയത്. തങ്കമണി ദിവാകരൻ 2011 ആറ്റിങ്ങൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന തങ്കമണി ദിവാകരനാണ് കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയത്.